നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശിരൂർ ദൗത്യം നിർണായക ഘട്ടത്തിൽ. അസ്ഥി ലഭിച്ചയിടം കേന്ദ്രീകരിച്ച് തെരച്ചിൽ. വേണാട് എക്സ്പ്രസിൽ യാത്രക്കാർക്ക് ദുരിതയാത്ര. 2 പേർ കുഴഞ്ഞു വീണു. കൂടുതൽ കോച്ചുകൾ വേണമെന്ന ആവശ്യം പരിഗണിക്കാതെ റെയിൽവേ. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരണം. മരിച്ചത് കാസർഗോഡ് സ്വദേശി എം മണികണ്ഠൻ. പാലക്കാട് പെരിങ്ങോട് വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. വിദ്യാർത്ഥികൾ സുരക്ഷിതർ. പന്തളത്ത് നിയന്ത്രണം വിട്ട മിനി ലോറി മറിഞ്ഞു. പള്ളുരുത്തിയിൽ നിന്ന് കാണാതായ 20കാരനെ കുറിച്ച് തുമ്പ് കിട്ടാതെ പോലീസ്. ആദം ജോ ആന്റണിയെ കാണാതായിട്ട് 57 ദിവസം പിന്നിടുന്നു. ആദമിനെ അവസാനമായി കണ്ടത് ഷിപ്പ്യാർഡിന് സമീപം. പാലക്കാട് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായി. വിശദമായ വാർത്തയിലേക്ക്. ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേർക്കായി ഗംഗാവലിപ്പുഴയിൽ തെരച്ചിൽ തുടരുകയാണ്. ഇന്നലെ മനുഷ്യസമാനമായ അസ്ഥി ലഭിച്ച സ്ഥലത്തും സോണാർ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലം കേന്ദ്രീകരിച്ചുമാണ് നേവി സംഘം പരിശോധന നടത്തുന്നത്. ദൌത്യം ഏകോപിപ്പിക്കാനായി റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രബാലൻ ഉച്ചയോടെ ശിരൂരിലെത്തും. തെരച്ചിലിന് അനുമതി ലഭിച്ചതോടെ ഈശ്വർ മൽപ്പയും മടങ്ങിയെത്തും. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ശിരൂർ? അശ്വതി, ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഗംഗാവലിപ്പുഴയിൽ നടക്കുന്നത്. നേവിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് ലോറിയുടെ, അതായത് സോണാർ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ആ സ്ഥലം കേന്ദ്രീകരിച്ച് അവിടെയുള്ള മണ്ണുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ തെരച്ചിൽ ഒരു ബാഗ് കണ്ടെത്തിയിരിക്കുന്നു. അതായത് ലോറി ഉണ്ട് എന്ന് പറയുന്ന ലോറിയുടെ ആ സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്തു നിന്നും ഒരു ബാഗ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് അർജുന്റേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ ബാഗ് ഇപ്പോൾ ആ ഡ്രഡ്ജറിന്റെ ടഗ് ബോട്ടിനകത്ത് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. നിരവധി വസ്തുക്കൾ ഇപ്പോൾ ഈ തെരച്ചിലിൽ ലഭിച്ചിട്ടുണ്ട്. അത് ചെറിയ സാധനങ്ങളാണ്. പക്ഷെ നമുക്ക് എന്തൊക്കെ വസ്തുക്കളാണ് ലഭിച്ചതെന്ന് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണമില്ല. അത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അത്തരം സ്ഥിരീകരണം ലഭിക്കൂ. നമുക്കിപ്പോൾ ഈ ഡ്രഡ്ജറിന് സമീപത്തായി ഒരു വെള്ളം കാണാം. ആ വെള്ളത്തിൽ ഇപ്പോൾ നേവിയുടെ സംഘം, അവരുടെ യന്ത്രമൊക്കെ ഉണ്ട്, GPS സംവിധാനമുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഈശ്വർ മാൽപെ ഇതുവരെ എത്തിയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം എത്തുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും കൃത്യമായി സോണാർ പരിശോധനയിൽ അടയാളപ്പെടുത്തിയ ആ സ്ഥലം കേന്ദ്രീകരിച്ച് അവിടെയുള്ള മുഴുവൻ മണ്ണുകളും നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നേവി കൂടി നേതൃത്വം വഹിക്കുന്നു എന്നതാണ് ഇന്നത്തെ തെരച്ചിൽ പ്രത്യേകത. 3ാം ദിന തെരച്ചിലാണ്. 10 ദിവസത്തെ തെരച്ചിലാണ് നേരത്തെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയെങ്കിലും 3 ദിവസത്തെ കരാർ തുക കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. അതിനി നാളത്തേക്ക് കൂടി നീട്ടുമോ, മറ്റു ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരാനുണ്ട്. അത് വൈകുന്നേരത്തോടു കൂടി മാത്രമേ വ്യക്തത ഉണ്ടാവൂ. ഏതായാലും ഇപ്പോൾ തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. കാര്യമായ വസ്തുക്കളൊന്നും ഇതുവരെ ഈ തെരച്ചിലിൽ ലഭിച്ചിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ ലഭിച്ച ആ മനുഷ്യ സമാനമായ അസ്ഥിയാണ്. അത് സംബന്ധിച്ച് ഒരു വിവരം നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ കഴിയും. മംഗളൂരുവിലെ ലഭ്യത സംബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നും കൃത്യമായ വിവരം ലഭിക്കും. ആദ്യം അത് മനുഷ്യന്റെ തന്നെയാണോ എന്ന വിവരമാണ്. ആ വിവരം നമുക്ക് എന്തായാലും അല്പസമയത്തിനകം നൽകാൻ സാധിക്കും. അത് മറ്റ് DNA പരിശോധനാ ഫലം അങ്ങനെയാണെങ്കിൽ, മനുഷ്യ സമാനമായതാണെങ്കിൽ, മനുഷ്യനാണെങ്കിൽ അത് നമുക്ക് ആരുടേതാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ 3 DNA സാമ്പിളുകളും മംഗളൂരുവിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് 2-3 ദിവസം എടുക്കുമെന്നാണ് നമുക്ക് ഫോറൻസിക് വിദഗ്ധരിൽ നിന്നും അവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് മനുഷ്യന്റേതാണോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ സ്ഥിരീകരണം നമുക്ക് നൽകാനാവും. നമ്മൾ ഫോറൻസിക് ലാബുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അത് ഇന്ന് തന്നെ അവർക്ക് നൽകാൻ കഴിയും എന്ന തരത്തിലാണ് പറഞ്ഞത്. എന്തായാലും വളരെ നിർണായകമായ ആ വിവരം എന്തായാലും നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ അല്പസമയത്തിനകം സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ആ ഡ്രഡ്ജിംഗ്, ആ യന്ത്രക്കൈ അത്തരത്തിൽ മണ്ണുകൾ പുഴയിൽ നിന്ന് ആഴങ്ങളിലേക്ക്, ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് പോയി അത്തരത്തിൽ കല്ലുകൾ, മണ്ണുകളൊക്കെ നീക്കം ചെയ്യുന്നത്. ഈ ഘട്ടത്തിലെ പരിശോധന ബൈജു പറഞ്ഞതുപോലെ യന്ത്രക്കൈകൾ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ യന്ത്രക്കൈകൾ പൊക്കിയെടുക്കുന്ന മണ്ണ്, അതിൽ ഒരു സൂക്ഷ്മമായ പരിശോധന തന്നെ അവിടെ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമല്ലേ? കാരണം ആ ബാഗ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കിട്ടിയ ബാഗ്, അതുപോലെയുള്ള ചെറിയ വസ്തുക്കൾ പോലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അവിടെ, അല്ലേ?
തീർച്ചയായും അശ്വതി, ഈ ചെറിയ ചെറിയ വസ്തുക്കൾ പോലും നിർണായകമാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള സൂചന ലഭിക്കുമോ എന്ന കാര്യത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ മണ്ണ് എടുത്ത് ആ മണ്ണിൽ എന്തെങ്കിലും വസ്തുക്കൾ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത്. കാരണം 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ പുഴയിലോ അതുപോലെ ചെളിയിലോ പൂണ്ട നിലയിലാണെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. കാരണം ഇന്നലെ ലഭിച്ച ആ അസ്ഥി തന്നെ അതിന് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി ആ പ്രവൃത്തി ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലം, അതാണ് ഈ സോണാർ സിഗ്നൽ പരിശോധനയിൽ ഇത്തരത്തിൽ സ്ട്രോങ് ആയ ഒരു സിഗ്നൽ ലഭിച്ച ഒരു സ്ഥലം. അവിടെ മാർക്ക് ചെയ്ത് ഇരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവിടെ ലോറി ഇത്തരത്തിൽ താഴ്ന്നുപോയി മണ്ണിനടിയിൽ പൂണ്ടുപോയിട്ടുണ്ട് ആകാം എന്ന ഒരു നിഗമനമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മണ്ണുകൾ, കല്ലുകളും ചെളിയും ഒക്കെ മാറ്റേണ്ടതുണ്ട്. ആ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെ ഇപ്പോൾ ഈ തെരച്ചിൽ നടത്താനാണ് തീരുമാനം. അതിനൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ അസ്ഥി ലഭിച്ച ഭാഗത്തും ഇപ്പോൾ നേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ ആ ഭാഗങ്ങളിലും കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏതെങ്കിലും വസ്തുക്കൾ ഇത്തരത്തിൽ ലഭിക്കുമോ എന്നറിയാനാണ് ആ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത്. ഏതായാലും ഗംഗാവലി പുഴയിൽ നീർ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഇന്നലെയൊക്കെ വലിയ തോതിൽ വെള്ളം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായെങ്കിൽ വെള്ളം കുറഞ്ഞ ഒരവസ്ഥ തന്നെയാണ് ഇന്നും ഉള്ളത്. ആ ദൃശ്യങ്ങൾ നമുക്ക് മൺകൂനകളൊക്കെ വലിയ തോതിൽ കാണാം. അത് ഇന്നലെ വെള്ളം കയറിയ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും വേലിയിറക്ക സമയമാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ കൂടുതൽ വെള്ളം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ ഡ്രഡ്ജിംഗ് നടത്താനും എളുപ്പമാണ്. ആ യന്ത്രം ഇപ്പോൾ ഒരു വസ്തുവിൽ ഉടക്കി നിൽക്കുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഈ പ്രദേശത്ത് ഏതോ ഒരു വസ്തുവിൽ ഇത്തരത്തിൽ ഉടക്കി നിൽക്കുന്നതായിരുന്നു. ആ ഭാഗത്ത് പിന്നീട് മാറി ആ ചുറ്റുഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്ത പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ യന്ത്രക്കൈ മുകളിലേക്ക് ഉയരുന്നത് നമുക്ക് കാണാം. അത് വീണ്ടും ആഴങ്ങളിൽ നിന്നും ഈ മണ്ണ് കോരാൻ ശ്രമിക്കുന്നത് കാണാം. പക്ഷേ അവിടെ ഏതോ ഒരു വസ്തുവിൽ ഉടക്കി നിൽക്കുന്നതായി നമുക്ക് നേരത്തെ തന്നെ അത്തരത്തിൽ സൂചന ലഭിച്ചത്. ഏതായാലും ആ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അത് ആ ദിശ മാറ്റുന്നതായാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് ലോറി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ്. മറ്റൊരു കാര്യം, മൽപ്പയുടെ സാന്നിധ്യം, അത് ഇന്നലെ മൽപ്പെ അവിടെ അദ്ദേഹം ഇനി അങ്ങോട്ടേക്ക് ഇല്ല, തെരച്ചിലിനില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതേസമയം മൽപ്പയെ അനുനയിപ്പിക്കാനൊന്നും ആരും ശ്രമിച്ചതുമില്ല, അവിടെ അധികൃതരാരും ശ്രമിച്ചതുമില്ല. ഇന്നിപ്പോൾ ഈ അസ്ഥി കണ്ടെത്തിയ സാഹചര്യത്തിൽ മൽപ്പയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നു, നിർണായകമായ ഘട്ടത്തിൽ മൽപ്പയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഔദ്യോഗികമായ കത്ത് കൊടുക്കുകയോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, അത് കുടുംബവും ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുക. ഏതെങ്കിലും ഒരു തരത്തിൽ മുങ്ങൽ വിദഗ്ധരോ മറ്റോ ആ തെരച്ചിൽ നടത്തുന്ന സമയത്ത് ഈ ഡ്രഡ്ജിംഗ് ഒരു കാരണവശാലും നിർത്തിവെക്കരുത്. കാരണം കുടുംബം ആവശ്യപ്പെട്ട പ്രകാരമാണ് ഡ്രഡ്ജിംഗ് ഇവിടെ എത്തിച്ചത്. വലിയ തുക മുടക്കി. നമുക്കറിയാം, അവർ മുഖ്യമന്ത്രി ഉൾപ്പെടെ കർണാടകയിലെത്തി കാണുകയും അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രയത്നത്തിനൊടുവിലാണ് ഡ്രഡ്ജർ ഇവിടെ എത്തിയത്. അന്ന് ആ സമയത്ത് കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നത് ഇത് അവസാനഘട്ട തെരച്ചിലെന്നാണ്. 3ാം ഘട്ട തെരച്ചിലും അവസാനഘട്ട തെരച്ചിലായിരിക്കും ഇത്. ഈ തെരച്ചിലിൽ ഏതെങ്കിലും തരത്തിൽ ലോറിയോ അതോ അർജുനോ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ പിന്നീട് ഇപ്പോൾ അശ്വതി ആ ദൃശ്യങ്ങളിൽ കാണാം, ഏതൊരു വസ്തു അതിൽ ലഭിച്ചിട്ടുണ്ട്. അത് നമുക്കത് കൃത്യമായി കാണാം. സൂക്ഷ്മതയോടുകൂടി താഴേക്ക് കളയും. ആ സമയത്ത് അവർ അത് മാറ്റിവെക്കുന്നതാണ് നമുക്ക് അതിൽ നിന്നും കാണാൻ സാധിക്കുക. ഏതായാലും വീണ്ടും ആ തെരച്ചിൽ ആ മണ്ണ് എടുക്കുന്ന പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാലും ഈശ്വർ മൽപ്പ അദ്ദേഹം ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് വീണ്ടും വരുന്നത്. നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി വീട്ടിൽ നിന്നും മടങ്ങുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വൈകിട്ട് വന്നാലും ഈശ്വർ മൽപ്പെ തെരച്ചിലിന് ഇറങ്ങും. പ്രധാനമായും ഈ ഇപ്പോൾ ഡ്രഡ്ജർ ഉള്ള ഭാഗത്തല്ല, ഇതിനുകൂടി അല്പം കൂടി മുൻപ് വശത്താണ് ഈ ഈശ്വർ മൽപ്പെ നടത്തിയ തെരച്ചിലിൽ സ്കൂട്ടറും ആ വാഹനം മറ്റൊരു ലോറിയുടെ ഒരുപാട് വസ്തുക്കളും ഒക്കെ ലഭിച്ചത്. ആ പ്രദേശത്തായിരിക്കും പ്രധാനമായും ഈശ്വർ മൽപ്പെ മുങ്ങൽ ആഴങ്ങളിലെത്തി ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുക. ഇപ്പോഴുള്ള പ്രദേശത്ത് ഡ്രഡ്ജറുള്ള ആ ഭാഗങ്ങളിൽ ഈശ്വർ മൽപ്പയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ആഴങ്ങളിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അവിടെ വലിയ പാറക്കൂട്ടങ്ങളും മണ്ണും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ഈ മണ്ണ് നീക്കം ചെയ്യുക, സോണാർ സിഗ്നൽ ലഭിച്ച ആ പ്രദേശത്ത് ഇതിന്റെ താഴ്ഭാഗത്ത് അടിഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്തുക, അതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഏതായാലും നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് ഈ ശിരൂർ മണിക്കൂറുകൾ തന്നെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ വലിയ പാറകളാണ് നമുക്ക് ഈ താഴങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന ആ ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കൂ. എന്തായാലും അത് അർജുന്റെ ലോറി തന്നെയാണോ ആ സിഗ്നൽ ലഭിച്ചതെന്ന് അറിയേണ്ടതുണ്ട്. അതിനുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റ് സംഘങ്ങൾ ഇതുവരെ അസ്ഥി കിട്ടിയ ഭാഗങ്ങളിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏതായാലും
ഇന്ന് ഒരു നല്ല വാർത്ത ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ്. അർജുന്റെ കുടുംബവും ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട്. അഞ്ചു ഉൾപ്പെടെ ഈ ശിരൂരിൽ തങ്ങുന്നുണ്ട്. അവർ ഈ ഗംഗാവലി പുഴയുടെ സമീപത്തായി ഓരോ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം വളരെ നിർണായകമാണ്. ഉച്ചയോടുകൂടി തന്നെ അത് മനുഷ്യന്റേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നമുക്ക് നൽകാൻ സാധിക്കും. പക്ഷേ അതേസമയം തന്നെ ഇത് ആരുടേതാണെന്ന കാര്യത്തിൽ DNA പരിശോധനാ ഫലം വൈകും. 2-3 ദിവസം എടുക്കുമെന്നാണ് ഫോറൻസിക് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് അത് മനുഷ്യന്റേതാണെന്ന കാര്യത്തിൽ വളരെ വൈകാതെ തന്നെ അതിനൊരു സ്ഥിരീകരണം നൽകാൻ കഴിയും. അശ്വതി, അതാണ് ബൈജു. ഒപ്പം ഈ അർജുന്റെ ലോറിയിലേതെന്ന് കരുതുന്ന തടിക്കഷ്ണങ്ങൾ കൂടി ഇന്നലെ ലഭിച്ചിരുന്നല്ലോ. അത് ആദ്യം മുതലേ തന്നെ അന്വേഷിച്ചിരുന്നതും അതുമായി ചുറ്റിപ്പറ്റിയായിരുന്നു. ഇന്നലെ മനാഫ് അത് സ്ഥിരീകരിക്കുകയും ആ തടിക്കഷ്ണങ്ങൾ കിട്ടിയതിന് അടിഭാഗത്തേക്ക് മുങ്ങിത്തപ്പണമെന്നൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് നമ്മൾ കണ്ടതാണ് മുങ്ങൽ വിദഗ്ധരോട്. അവിടെ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? അവിടെ ലോറി കാണാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? അശ്വതി, നമ്മളിപ്പോൾ കാണുന്ന ഈ പോയിന്റ് ഇവിടെ നിന്ന് തന്നെയാണ് അത്തരത്തിൽ തടിക്കഷ്ണം ലഭിച്ച ഒരു പോയിന്റ്. അതുമാത്രമല്ല ഇവിടെ നിന്ന് കയറ് ലഭിച്ച ഒരു പോയിന്റ് കൂടി ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സോണാർ സിഗ്നൽ കൂടി ഇവിടെ നിന്ന് ലഭിച്ചതോടുകൂടി ഈ ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തണമെന്ന് കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. ദൌത്യ സംഘവും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. 200ഓളം ഇത്തരത്തിൽ തടിക്കഷ്ണങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായാണുള്ളത്. ഈ ഭാഗങ്ങൾക്ക് ഉണ്ട് എന്നാണ് മൽപ്പെ പറഞ്ഞത്. അതിൽ 5-6 ഭാഗങ്ങൾ മാത്രമാണ് മൽപ്പെ പുറത്തേക്ക് എടുത്തത്. അത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇതേ സ്ഥലത്ത് നിന്നാണ് അത്തരത്തിൽ കയറ് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 25 മീറ്ററോളം നീളത്തിലുള്ള കയറ് അത് അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ മരവും അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കാണുന്ന ഈ പോയിന്റിൽ നിന്ന് തന്നെയാണ് ഇത്തരം വസ്തുക്കൾ അർജുന്റെ ലോറിയുടേതായ വസ്തുക്കൾ കിട്ടിയത്. പക്ഷേ കാര്യമായ മറ്റ് വാഹനത്തിന്റെ വസ്തുക്കളൊന്നും തന്നെ ഈ തെരച്ചിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുന്നു. ബൈജു ആണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ 3-ാം ദിവസവും പുരോഗമിക്കുകയാണ്. വേണാട് എക്സ്പ്രസിൽ യാത്രക്കാർക്ക് ദുരിതയാത്ര. 2 യാത്രക്കാർ കുഴഞ്ഞു വീണു. ഓണാവധിക്ക് ശേഷം യാത്രക്കാർ കൂടിയത് ദുരിതം ഇരട്ടിയാക്കി. കാലുകുത്താൻ പോലും ഇടമുണ്ടായിരുന്നില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ദുരിതയാത്രയാണ് ട്രെയിൻ യാത്രക്കാർ നയിക്കുന്നതെന്ന്. ഇത് പലതവണ ആവർത്തിച്ചിട്ടും റെയിൽവേ കണ്ടമട്ട് നടിക്കുന്നില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഓഫീസിലേക്ക് യാത്ര പോകുന്നവര് കൂടുതലായിട്ട് യാത്ര ചെയ്യാൻ ആശ്രയിക്കുന്ന ഒരു ട്രെയിൻ കൂടിയാണ് വേണാട്. തിരുവനന്തപുരം മുതൽ ഷൊർണൂർ വരെയാണ് ട്രെയിൻ ഓടുന്നത്. ഇതിൽ ഏകദേശം ഓഫീസ് ടൈം തന്നെയാണ് എറണാകുളത്ത് എത്തുമ്പോഴുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ പുറപ്പെടുന്ന ട്രെയിനിൽ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഇതിനകത്ത് തിരക്ക് തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പലതവണയായിട്ട് സമയക്രമം പാലിക്കാത്ത പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ ട്രെയിനെ ആശ്രയിച്ച് ഓഫീസിലേക്ക് വരുന്ന ആളുകൾ, അതുപോലെ ഇപ്പൊ പ്രത്യേകിച്ചും ഓണ അവധി കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് തന്നെ തിരിച്ചു മടങ്ങിയെത്തുന്നവരും ഏറെയാണ്. അതൊരുപക്ഷെ യാത്രക്കാരുടെ എണ്ണം കൂടാൻ കാരണമായതും ഇത്രയും റഷ് ഉണ്ടാകാൻ കാരണമായതും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചിരിക്കാം. പക്ഷേ പൊതുവെ തന്നെ ഈ ട്രെയിനിൽ തിരക്ക് കൂടുതലാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഓഫീസിൽ പോകുന്ന ആളുകൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കും അതുപോലെ എറണാകുളത്തു നിന്ന് വടക്കോട്ട് ഷൊർണൂർ വരെയുള്ള യാത്രക്കാരൊക്കെ ആശ്രയിക്കുന്ന ഒരു ട്രെയിൻ കൂടിയാണ്. പലതവണയായിട്ട് ഇതിന്റെ പ്രശ്നങ്ങൾ, അതായത് കോച്ചുകളുടെ എണ്ണം കൂട്ടണം, പാലരി എക്സ്പ്രസും വേണാടും തമ്മിൽ ഉള്ള ഒരു സമയക്രമം പാലിക്കണം, അല്ലെങ്കിൽ ഇടയ്ക്കൊരു ട്രെയിൻ അനുവദിക്കണം, ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് നിരവധി പ്രൊട്ടസ്റ്റുകൾ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ കഴിഞ്ഞ 2-3 തവണ, എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തിൽ 2-3 തവണ ഈ ഒരു കാര്യം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വലിയ പ്രൊട്ടസ്റ്റ് യാത്രക്കാരുടെ നേതൃത്വത്തിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇത് സ്റ്റോപ്പ് മാറ്റിയതും വലിയൊരു പ്രശ്നമായിരുന്നു. ഇത്തരത്തിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ റെയിൽവേ കൈക്കൊള്ളുമ്പോൾ ഈ പ്രൊട്ടസ്റ്റുകൾ വരുമ്പോഴൊക്കെ അതിന് പരിഹാരമുണ്ടാക്കാമെന്ന് പറയുന്നതല്ലാതെ അതിന് പരിഹരിക്കുന്ന ഇടത്തേക്ക് പോകുന്നില്ല. മാത്രമല്ല വന്ദേ ഭാരതിന് വേണ്ടിയിട്ട് ഈ ട്രെയിൻ പലയിടത്ത് പിടിച്ചിരുന്നുണ്ട്. അത് യാത്രക്കാരുടെ ദുരിതം, സമയക്രമം പാലിക്കാത്ത പ്രശ്നങ്ങളുണ്ട്. ഈ കോച്ചുകളുടെ എണ്ണം കൂട്ടാത്തത്,
ഈ മതിയായ കോച്ചുകൾ ഇല്ലാത്തത്, അതിലേക്ക് ആളുകൾ തിങ്ങി നിറഞ്ഞ്, കാരണം ആ സമയത്ത് എത്താൻ ഈ ഒരു ട്രെയിൻ മാത്രമുള്ളൂ. പിന്നൊന്നുള്ളത് എയർനാഡാണ്, അത് വളരെ നേരത്തെ പോവുകയും ചെയ്യും. ഈ പറയുന്ന ഓരോ സ്റ്റോപ്പുകളിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ട്രെയിൻ എന്ന് പറയുന്നത് വേണാട് എക്സ്പ്രസ് ആണ്, പിന്നെ പാലരുവിയാണ്. ഈ 2 ട്രെയിനുകളിലും കോച്ചുകളുടെ എണ്ണം കുറവാണ്, വലിയ തിരക്കുമാണ്. പലതവണയായി, അതായത് ഈ ഒരു ആളുകൾ ബോധം കെട്ട് വീഴുന്ന ഇഷ്യൂ പലതവണയായിട്ടുണ്ട്. അതുപോലെ ഈ ദുരിതയാത്രയെ കുറിച്ച്, വേണാട് എക്സ്പ്രസിലെ ദുരിതയാത്രയെ കുറിച്ച് പലതവണ പരാതി പറഞ്ഞിട്ടും ഈ റെയിൽവേ ഇക്കാര്യത്തിൽ യാതൊരു ഇടപെടലും നടത്തുന്നില്ല. മാത്രമല്ല എണ്ണം കൂടുതൽ ചെയ്യണം, വർദ്ധിപ്പിക്കണം, അതുപോലെ സമയം പുനഃക്രമീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും, ഇടയ്ക്കൊരു മെമു സർവീസ് തുടങ്ങണം, ഇങ്ങനെ പല ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പലതവണയായിട്ട് സമരങ്ങളും. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഓടുന്ന ട്രെയിനുകളിൽ ഭിക്ഷാടന മാഫിയ സജീവമാകുന്നു. ഇതിനെതിരെ ക്യാമ്പയിനുമായി യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽ. ഭിക്ഷാടക സംഘങ്ങൾ കൂടുന്നത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പരിശോധന കർശനമാക്കണമെന്നും ഫോർ ആവശ്യപ്പെടുന്നു. ഇടവേള. നടത്തിയ ഡ്രഡ്ജർ പത്തനംതിട്ട പന്തളത്ത് നിയന്ത്രണം വിട്ട മിനി ലോറി മറിഞ്ഞു. പന്തളം കൂരമ്പാലയിലാണ് അപകടം. സമീപത്തെ വീടിന്റെ മതിൽ തകർത്തു. ആർക്കും പരിക്കില്ല. പാലക്കാട് പെരിങ്ങോട് വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസിന്റെ ടയർ ഊരിത്തെറിച്ചു. അൽ അമീൻ സെൻട്രൽ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 20-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. സ്കൂൾ ബസിന്റെ പിൻവശത്തെ ചക്രമാണ് ഊരിത്തെറിച്ചത്. എറണാകുളം പള്ളുരുത്തി സ്വദേശി ആദം ജോ ആന്റണിയെ കാണാതായിട്ട് 57 ദിവസം പിന്നിടുന്നു. കൊച്ചിയിൽ നിന്ന് സൈക്ലിങ്ങിനായി പോയ 20 വയസ്സുകാരനെ കണ്ടെത്താനാകാതെ പോലീസ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് സമീപമാണ് ആദമിനെ അവസാനമായി കണ്ടത്. ഒരു സുപ്രഭാതത്തിൽ ഒന്നും പറയാതെ എവിടേക്കോ പോയ മകനുവേണ്ടി കാത്തിരിക്കുകയാണ് എറണാകുളം പള്ളുരുത്തിയിലെ ഒരു അച്ഛനും അമ്മയും. ജൂലൈ 28 പുലർച്ചെ 3 മണിക്ക് ഫോണോ പണമോ വസ്ത്രങ്ങളോ എടുക്കാതെ ഒരു സൈക്കിളിൽ വീട്ടിൽ നിന്നിറങ്ങി. കൊച്ചിൻ ഷിപ്പ്യാർഡ് വരെ പോയതിന്റെ തെളിവായ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് എവിടേക്ക് പോയെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഫസ്റ്റ് CCTV ഫുട്ടേജ് കിട്ടുന്നത് 3:19-നാണ്. പിന്നെ തേവര വരെയുള്ള CCTV ഫുട്ടേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു 3:45 ഒക്കെ ആവുമ്പോൾ ആ സമയത്താണ്. അപ്പൊ അവിടം വരെയുള്ള CCTV ഫുട്ടേജുകളിൽ ഇവൻ സാധാരണ പോകുന്ന പോലെ തന്നെ സൈക്ലിങ്ങിന് പോയിട്ടുണ്ടെന്നാണ്. അപ്പൊ ഈ നേരത്തെ പോകുന്നത് നമ്മൾ ഇടയ്ക്ക് അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും പോയി വന്നതിന് ശേഷം എനർജറ്റിക് ആയിട്ടിരുന്ന് പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നേരത്തെ പോണത്. ചില സമയങ്ങളിൽ അവൻ പോയിട്ട് തിരിച്ചു വന്നിരുന്ന് പഠിക്കും, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നതാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷെ നമുക്ക് വീട്ടിലൊരു പ്രശ്നമോ ഒരു വഴക്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പോണതിന്റെ തലേ ദിവസം ഉണ്ടായിട്ടില്ല. പഠനത്തിലെ മികവിന് ആദത്തിന് ലഭിച്ച സമ്മാനങ്ങളാണ് വീട്ടിലെ മേശപ്പുറത്ത് നിറയെയുള്ളത്. മകൻ പഠിച്ചു മിടുക്കനായി ഉയരങ്ങളിലെത്തുന്നത് സ്വപ്നം കണ്ടിരിക്കുന്ന മാതാപിതാക്കളായ ആന്റണിയും സിമിയും കഴിഞ്ഞ 1.5 മാസമായി മകനെ ഓർത്ത് കണ്ണീർ വാർത്ത് കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. അനിയൻ്റെ കൂടെ കിടക്കുന്നത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് അവനോട് പറഞ്ഞിട്ട് പോയതാണ്. അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എല്ലാം സാധാരണ പോലെയാണ്. കൊച്ചിയിലോ സമീപ പ്രദേശങ്ങളിലോ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആദത്തിന്റെ സൈക്കിളും ഇനിയും കണ്ടെത്താനായിട്ടില്ല. പിന്നെ എങ്ങോട്ടാകാം ആദം പോയതെന്ന ചോദ്യത്തിനാണ് ഈ മാതാപിതാക്കൾ ഉത്തരം തേടുന്നത്. കേരളത്തിനകത്തും പുറത്തും വ്യാപകമായ അന്വേഷണം നടത്തിയിട്ടും ആദത്തെക്കുറിച്ച് ഒരു സൂചനയും പള്ളുരുത്തി പോലീസിനും കിട്ടിയിട്ടില്ല. മകൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ മാതാപിതാക്കൾ. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായി. കൊല്ലങ്കോട് സീതാർകുണ്ട് സ്വദേശിയായ അതുൽ പ്രിയനെയാണ് കാണാതായത്. അമ്മയ്ക്ക് കത്തെഴുതി വെച്ചാണ് അതുൽ ഇന്ന് പുലർച്ചെ വീട്ടിൽ നിന്നും പോയത്. കൊല്ലങ്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും മരണം. കാസർഗോഡ് ചട്ടഞ്ചാൽ ഉക്രംപാടി സ്വദേശി M മണികണ്ഠനാണ് മരിച്ചത്. മുംബൈയിൽ നിന്ന് 2 ആഴ്ച മുമ്പ് പനി ബാധിച്ചെത്തിയതായിരുന്നു മണികണ്ഠൻ.
കാസർഗോഡ് സർക്കാർ ജനറൽ ആശുപത്രിയിലും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിലായിരുന്നു. കണ്ണൂരിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം തിരിച്ചറിഞ്ഞത്. നേരത്തെ മലപ്പുറത്തും തിരുവനന്തപുരത്തും മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം സ്ഥിരീകരിച്ചിരുന്നു. മൂവാറ്റുപുഴയിൽ കുട്ടികൾക്ക് നേരെ വടിവാൾ വീശിയ ലീഗ് നേതാവിന്റെ മകൻ ഹാരിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് ഹാരിസ് വടിവാളുമായി എത്തി കുട്ടികളെ ഭീഷണിപ്പെടുത്തിയത്. മാരകായുധം കൈവശം വെച്ച് ഭീഷണി മുഴക്കിയതിനാണ് പോലീസ് കേസെടുത്തത്. മൂവാറ്റുപുഴയിൽ നടന്ന അണ്ടർ 17 ഫുട്ബോൾ മത്സരത്തിൽ മകന് ചുവപ്പ് കാർഡ് കിട്ടിയതിൽ പ്രകോപിതനായാണ് ഹാരിസ് ഗ്രൗണ്ടിലെത്തി ഭീഷണി മുഴക്കിയത്. ക്ലബ്ബ് ഭാരവാഹികളുടെ പരാതിയിലാണ് പോലീസ് നടപടി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PM അമീർ അലിയുടെ മകനാണ് മൂവാറ്റുപുഴ സ്വദേശിയായ ഹാരിസ്. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ പ്രതിഷേധ മഹാസംഗമവുമായി കോൺഗ്രസ് 28-ന് വൈകുന്നേരം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ പ്രതിഷേധ മഹാസംഗമം സംഘടിപ്പിക്കും. പ്രമുഖ നേതാക്കൾ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയും ADGPയും RSSും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്നാരോപിച്ചാണ് പ്രതിഷേധം. പാലക്കാട് പരുതൂർ മുടപ്പക്കാട് വീട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. 16 കോഴിമുട്ടകളാണ് പാമ്പ് വിഴുങ്ങിയത്. മുടപ്പക്കാട് കാളിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നുമാണ് പാമ്പിനെ കണ്ടെത്തിയത്. പാമ്പ് പിടുത്തക്കാരൻ കൈപ്പുറം അബ്ബാസ് എത്തിയാണ് പാമ്പിനെ പിടിച്ചത്. ഒരു 10-20 മുട്ട തന്നെകളുണ്ട്. 10-20 മുട്ട പിന്നെ ദിവസം വരാതിരിക്കും. ഉള്ളു മുട്ടയാണല്ലോ. ഇനിയുണ്ട് 11, 3, 2, 5, 3, 8, 2, 10, 12 ഇനി ഇങ്ങോട്ട് നോക്കി വരുന്നുണ്ട്. നിങ്ങളാ സെഞ്ചുറി കൊട്ടാരക്കര PKV ഗ്രന്ഥശാലയിൽ പുതുതായി നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെയും ഫിലിം ക്ലബ്ബ്, PSC കോച്ചിംഗ് സെന്റർ എന്നിവയുടെയും ഉദ്ഘാടനം നടന്നു. 15 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെയും ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനം മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. റോസി ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനം വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രഞ്ജിത്ത് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസ് PSC കോച്ചിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന സെബാസ്റ്റ്യന്റെ വീട് സന്ദർശിച്ച MP രാജേഷ് മാധ്യമങ്ങളെ കാണുകയാണ്. വിവരം: ശാരീരികാധ്വാനം നടത്തുന്ന തൊഴിലാളികളെ പോലെ തന്നെ ബുദ്ധി കൊണ്ട് അധ്വാനിക്കുന്നവരും ചൂഷിതരായ തൊഴിലാളി വർഗത്തിന്റെ ഭാഗമാണ് എന്നുകൂടിയാണ് ഈ സംഭവം തെളിയിക്കുന്നത്. 15-16 മണിക്കൂർ തൊഴിൽ ചെയ്യാൻ ശനിയും ഞായറും ഉൾപ്പെടെ അവധി ദിവസം പോലും കൊടുക്കാതെ തൊഴിൽ ചെയ്യാൻ നിർബന്ധിതമാക്കി അക്ഷരാർത്ഥത്തിൽ പിഴിഞ്ഞെടുക്കുകയാണ്, കൊള്ളലാഭത്തിനു വേണ്ടി പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഇരയാണ്, അതിന്റെ രക്തസാക്ഷിയാണ് അന്ന സെബാസ്റ്റ്യൻ. ഇതിൽ ഏറ്റവും ഞെട്ടിച്ചൊരു കാര്യം, ഈ ചൂഷണത്തിനെതിരെ നടപടിയെടുക്കേണ്ട കേന്ദ്ര സർക്കാരിലെ ധനകാര്യമന്ത്രി ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നതാണ്. നിർമ്മല സീതാരാമന്റെ പ്രസ്താവന നടുക്കമുളവാക്കുന്നതാണ്, ഹൃദയശൂന്യമാണ്. അവർ പറഞ്ഞത് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ചും വർക്ക് പ്രഷർ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതിനെ കുറിച്ചുമൊക്കെയാണ്. 24 മണിക്കൂറിൽ 16 മണിക്കൂർ ജോലി ചെയ്യിക്കുന്നതിനുള്ള പരിഹാരം സ്ട്രെസ് മാനേജ്മെന്റാണ്. നാട്ടിൽ നിയമമില്ലേ? ആ നിയമം നടപ്പാക്കേണ്ടവർ ആ നിയമലംഘനത്തിനും ഇമാതിരിയുള്ള ചൂഷണത്തിനുമെതിരെ നടപടിയെടുക്കേണ്ടവർ അവർക്കൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്, ചൂഷകർക്കൊപ്പം നിൽക്കുകയാണ്. നിർമ്മല സീതാരാമനിൽ നിന്ന് അങ്ങനെ പ്രസ്താവന വന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം അവരുടെ പശ്ചാത്തലം തന്നെ കോർപ്പറേറ്റ് പശ്ചാത്തലമാണ്. കോർപ്പറേറ്റ് കമ്പനിയിലെ ജോലി രാജിവെച്ച് അതിനേക്കാൾ ലാഭകരമായിട്ടുള്ള ഏർപ്പാടാണെന്ന നിലയിൽ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണല്ലോ നിർമ്മല സീതാരാമൻ. അതുകൊണ്ട് അവരിൽ നിന്ന് അങ്ങനെ പ്രസ്താവന വരുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കേന്ദ്ര BJP ഗവൺമെന്റാണ് തൊഴിൽ നിയമങ്ങളിൽ വെള്ളം ചേർത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടും ചൂഷണത്തിനുള്ള സൌകര്യമൊരുക്കിയത്. ഇവർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ തൊഴിൽ നിയമങ്ങളിൽ വെള്ളം ചേർക്കുകയും അതിലെ തൊഴിലാളികളുടെ അവകാശങ്ങളെ, പണിയെടുക്കുന്നവരുടെ എല്ലാവരുടെയും അവകാശങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിന്റെ കൂടി ഇരയാണ്
അന്ന സെബാസ്റ്റ്യൻ. അപ്പം അന്ന സെബാസ്റ്റ്യന്റെ കുടുംബത്തിന് എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും. ആ കാര്യം അവരെ നേരിട്ട് അറിയിക്കാനും അനുശോചനം അറിയിക്കാനും കൂടിയായിട്ടാണ് വന്നത്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ മന്ത്രിമാർ ഞങ്ങൾ അനേകം പേര് ഇവിടെ വന്നിരുന്നു. തൊഴിൽ മന്ത്രി ഇവിടെ വരാനിരിക്കുന്നുണ്ട്. തൊഴിൽ വകുപ്പാണ് ഈ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടേണ്ട വകുപ്പ്. തൊഴിൽ മന്ത്രി വന്ന കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിക്കും. ഇത് അതിനുള്ളൊരു അവസരമല്ല. നമുക്ക് അന്ന സെബാസ്റ്റ്യന്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേന്ദ്രത്തെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. ജലസേചനം നടക്കാത്തതിനാൽ നെൽകൃഷി ഉണക്ക് ഭീഷണിയിലാണ്. പാലക്കാട് പരുതൂർ മംഗലത്തെ പാടശേഖരത്തിലെ കർഷകരാണ് ദുരിതത്തിലായത്. കനാലുകൾ ശോചനീയാവസ്ഥയിലായതാണ് പ്രതിസന്ധിക്ക് കാരണം. പാലക്കാട് പരുതൂർ പഞ്ചായത്തിലെ മംഗലം തെക്കേക്കുന്ന് പാടശേഖരങ്ങളിലെ 50-ലധികം ഏക്കർ വരുന്ന നെൽകൃഷിയാണ് ഉണക്ക് ഭീഷണി നേരിടുന്നത്. ജലസേചന കനാലുകൾ ശോചനീയാവസ്ഥയിലായതാണ് പ്രതിസന്ധിക്ക് കാരണം. മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി നടത്തേണ്ട അവസ്ഥയിലാണ് ഭൂരിഭാഗം കർഷകരും. വെള്ളിയാങ്കല്ല് പദ്ധതിയിൽ പമ്പിംഗ് ആരംഭിച്ചെങ്കിലും പ്രധാന കനാലിലൂടെ മാത്രമാണ് ജലസേചനം നടക്കുന്നത്. സബ് കനാലുകൾ ഭൂരിഭാഗവും തകർന്നും കാടുപിടിച്ചും കിടക്കുകയാണ്. പലതവണ കർഷകർ സ്വന്തം ചെലവിലാണ് കനാൽ നവീകരിച്ചത്. ഈ കനാല് ആദ്യത്തെ പമ്പോസ് വന്നപ്പോഴുള്ള കനാലാണ്. ഇപ്പോൾ ഇതൊക്കെ അരിപ്പ പോലെയാണ്. ഇപ്പോൾ തൊഴിലുറപ്പാരെ വെച്ചിട്ട് ഞങ്ങൾ മെമ്പറോട് പറഞ്ഞു. അപ്പോൾ മെമ്പർ പറഞ്ഞു അങ്ങനെ ഒരു ഫണ്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ തന്നെ ഇത് സ്വന്തം കയ്യിൽ നിന്നും ചിലവെടുത്തിട്ടും ആൾക്കാരെ വെച്ചിട്ടാണ് ഞങ്ങളിത് വെള്ളം ഞങ്ങളെ കൃഷിയിടത്തേക്ക് എത്തിക്കുന്നത്. അധികാരികളോടൊക്കെ ഞങ്ങൾ പറഞ്ഞു. ആർക്കും ഇതുവരെ ഇതായില്ല, കണ്ണു മിഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്ന് കഷ്ടപ്പെടുക, എന്നിട്ടോ ഞങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളൊന്നും ആർക്കും കർഷകർക്ക് ഇതുവരെ എത്തുന്നില്ല. പറയുമ്പോൾ എല്ലാം ഉണ്ട്, ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ ഇത് തന്നെ കഷ്ടപ്പാടന്നെ ഞങ്ങൾക്ക് എന്നും. കർഷകനെന്നും കഷ്ടപ്പാടാ. കഴിഞ്ഞ വർഷവും ജലസേചനം നടക്കാത്തതിനാൽ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചത്. കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർ കടം വാങ്ങിയും ലോൺ എടുത്തുമാണ് മറ്റു വിളകൾ ഇറക്കിയത്. കൃഷി നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് എത്തുക. ന്യൂസ് 18 പാലക്കാട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6980 രൂപ, പവന് 55,840 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5785 രൂപ, പവന് 46,280 രൂപ. വെള്ളി ഗ്രാമിന് 96, കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി ഫാസ്റ്റ് ന്യൂസിൽ ദിൽന ചേരും. നമസ്കാരം.